നിങ്ങൾ വീണ്ടും ക്ഷമിക്കുന്നില്ലെങ്കിൽ, ജലത്താലും ആത്മാവിനാലും വീണ്ടും ക്ഷമിക്കുന്നില്ലെങ്കിൽ, ആ മുറിവുകളിൽ നിന്നുണ്ടാകുന്ന വെറുപ്പ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലേ? തണുത്തൊരു പ്രദേശത്തിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നതെന്ന് വിചാരിക്കാം. ചൂടുള്ള പ്രദേശത്തേക്ക് നമ്മൾ എത്തുന്നു. അങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ വുള്ളനായിട്ടുള്ള ചൂടുള്ള ചില വസ്ത്രങ്ങൾ ധരിക്കുന്നു. പക്ഷേ നമ്മൾ ഡെസ്റ്റിനേഷൻ സ്ഥലം എത്തുമ്പോഴേക്കും ഈ ചൂടുള്ള വസ്ത്രം നമ്മൾ മാറ്റുന്നു. കാരണം നമുക്ക് കംഫർട്ടബിളായിട്ട് ഉണ്ടാവാൻ പറ്റില്ല. ചൂട് ഉള്ള പ്രദേശത്ത് ഇത്രയും വോമായിട്ടുള്ള ഡ്രസ്സ് നമുക്കിടാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മളത് മാറ്റുന്നു. ഇതുപോലെ നമ്മളും ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണ്. പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുമ്പോഴാണ് ഈശോ ദൈവത്തിൻ്റെ രാജ്യത്തിൽ, അല്ലെങ്കിൽ ഈശോ നൽകുന്ന ആ ഒരു പൂർണ്ണമായിട്ടുള്ള സന്തോഷവും സമാധാനവും നമുക്ക് അതിൻ്റെ ഫുൾഫിൽമെൻറ്റിൽ അനുഭവിക്കാൻ സാധിക്കുക. പലതരത്തിലുള്ള നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വയത്തിൻ്റെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ലോകം തരുന്ന മുറിവുകൾ, ആ മുറിവുകളിൽ നിന്നുണ്ടാകുന്ന വെറുപ്പ്, ഇതെല്ലാം നമ്മൾ മാറ്റിയാൽ മാത്രമേ ഈശോ നൽകുന്ന ആ ഒരു പൂർണ്ണ സമാധാനം, ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോൻ്റെ വചനം നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ വീണ്ടും ക്ഷമിക്കുന്നില്ലെങ്കിൽ, ജലത്താലും ആത്മാവിനാലും വീണ്ടും ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പം ഈശോൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശോൻ്റെ വാക്കുകളെയാണ്, ഈശോൻ്റെ ആത്മാവിനെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ ആത്മാവിനെയും ഈശോൻ്റെ വചനത്തെയും വിശുദ്ധമായ ജീവിതം നമ്മൾ നയിച്ചു പോകുമ്പോഴേക്കും ഈശോ നൽകുന്ന ആ ഒരു സമാധാനവും സന്തോഷവും പൂർണ്ണമായിട്ടും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിനെല്ലാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.